സ്നാപ്ഡ്രാഗൺ X8 പ്രോസസറിൽ ഒരു ലാപ്ടോപ്പ് മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്നു. ഇത് കേട്ടവരുടെ മുഖത്തുള്ള പുച്ഛം ശരിക്കും പറഞ്ഞാൽ പണ്ട് ഗലീലിയോ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ പോലും ചിലപ്പോൾ അങ്ങനെ പോലും കണ്ടു കാണത്തില്ല. അപ്പം പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ സ്നാപ്ഡ്രാഗൺ ഒരു പ്രോസസർ, അത് നമ്മൾ മൊബൈലിൽ കിങ് ആണെന്ന് കരുതുന്ന ഒരു പ്രോസസറിന് പി സിയുടെ ഫീൽഡിലേക്ക് വരുമ്പോൾ അത്രയ്ക്ക് ഒരു പ്രസക്തിയേ ഉള്ളൂ എന്നുള്ളതാണ്. വലിയ ആർക്കിടെക്ചർ മാറ്റമാണ് നമ്മുടെ പി സി മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ 1976 എന്തോ ആണ് ഇന്റൽ ആദ്യമായി X86 എന്ന് പറഞ്ഞ ആർക്കിടെക്ചർ കൊണ്ടുവരുന്നത്. ഇത്രയും വർഷമായി, ഏതാണ്ട് 46-47 വർഷമായി നമ്മൾ X86 ആർക്കിടെക്ചർ മാത്രമേ വിൻഡോസ് യൂസേഴ്സ് കണ്ടിട്ടുള്ളൂ. മാക്കും 2020 വരെ X86 ആർക്കിടെക്ചർ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 2020 നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അവരുടെ M സീരീസ് ചിപ്സെറ്റുകൾ ലോഞ്ച് ചെയ്തു. ഒരു വലിയ ഷിഫ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ അവർ നടത്തിയത്. കാലാകാലങ്ങളായി ഇന്റലും AMD ഗ്രാഫിക്സും ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവർ ഒറ്റയടിക്ക് അവരുടെ ARM ആർക്കിടെക്ചറിലേക്ക് മാറി. അവർ അതുകൊണ്ടുണ്ടാക്കിയ ബെനിഫിറ്റ് ഭയങ്കരമായിരുന്നു. അവരുടെ ബാറ്ററിയിലേക്ക് ഭയങ്കരമായി ഇമ്പ്രൂവ് ചെയ്തു, പെർഫോമൻസിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. ഓൾമോസ്റ്റ് ഇന്റലിനും AMDക്കും ചലഞ്ച് ചെയ്യാൻ പറ്റാത്ത ബെഞ്ച് മാർക്ക് സ്കോറുകൾ അവർ റിസൾട്ട് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. ആർക്കിടെക്ചർ എന്ന് പറയുന്നത് സൂപ്പർ ഹിറ്റ് ആണ്. റിസ്ക് ബേസ് ചെയ്തിട്ടുള്ള ARM ഹോൾഡിംഗ്സിന്റെ ആർക്കിടെക്ചർ ആണ് അവർ ഉപയോഗിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ 9th ജനറേഷനായി, 10th ആയി, 11th ജനറേഷനായി AMD എന്ന് പറയുന്ന റൈസൻ സീരീസിൽ കുറച്ച് അപ്കമിങ് ആയതുകൊണ്ട് മാത്രം PC മാർക്കറ്റിൽ വീണ്ടും പിടിച്ചു കയറി എന്ന് പറയാം. പക്ഷേ 12ാമത്തെ ജനറേഷൻ എത്തിക്കഴിഞ്ഞപ്പോൾ തീർച്ചയായും സംഭവങ്ങൾ കൈവിട്ടു പോയി എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു പ്രോസസർ ജനറേഷൻ ആണ് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത്. ഹൈബ്രിഡ് ആർക്കിടെക്ചർ, ആപ്പിൾ ഹൈബ്രിഡ് ആർക്കിടെക്ചറിലാണല്ലോ പ്രോസസർ ബിൽഡ് ചെയ്യുന്നത്. ഞങ്ങളും പ്രോസസർ ആർക്കിടെക്ചർ ഹൈബ്രിഡ് ആർക്കിടെക്ചറിലേക്ക് മാറ്റുവാണ്. പെർഫോമൻസ് സ്കോറുകളും എഫിഷ്യൻസി സ്കോറുകളും വെച്ചും ശരിക്കും പറഞ്ഞാൽ ഒരു ഗിമിക്കാണ് കമ്പനി നടത്തിയത്. ബെഞ്ച് മാർക്ക് സ്കോറുകളിൽ മുന്നിൽ വരാൻ മാത്രം നടത്തിയ ഗിമിക്കുകൾ എന്ന് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പബ്ലിക്കായിട്ട് പറയുന്നത് യാതൊരു മടിയുമില്ല. സഫർ ചെയ്യേണ്ടി വരുന്നത് പാവം കസ്റ്റമേഴ്സ് ആണ്. അവരുടെ പെർഫോമൻസ് ഉള്ളതും കൂടി ഇല്ലാതെ 8th ജനറേഷന് ശേഷം വന്ന 10th കുറച്ച് പെർഫോമൻസ് കുറഞ്ഞപ്പോൾ 11th അത് ഒന്ന് മേക്കപ്പ് ചെയ്തു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പക്ഷേ 12th കലം കൊണ്ടിട്ട് ഉടയ്ക്കുവാണ് ഇന്റൽ ചെയ്തത്. അത് മൈക്രോസോഫ്റ്റിന് കൃത്യമായി മനസ്സിലായി. AMD 5000 സീരീസ് വന്നതുകൊണ്ട് ഒരുവിധം ലാപ്ടോപ്പുകൾ ആ ഒരു പെർഫോമൻസ് ലോസ് അറിയാതെ മുന്നോട്ട് പോവുകയും ചെയ്തു. വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള പ്രോസറാണ് AMDയുടെ X ആർക്കിടെക്ചറിലുള്ള 5000 സീരീസ് പ്രോസർ. അവർ ആ ഒരു മൊമെന്റം 7000 സീരീസിലും കണ്ടിന്യൂ ചെയ്ത് ഇപ്പൊ 9000 സീരീസും ലോഞ്ച് ആവാനായിട്ട് പോകുന്നു. പക്ഷേ ഇന്റൽ ചെയ്തത് 13th ജനറേഷനും 14th ജനറേഷനും അതേ ആർക്കിടെക്ചറിൽ തന്നെ ഇറങ്ങി പവർ കൺസംഷൻ കൂട്ടി. ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ബാറ്ററി ഡ്രെയിൻ കൊണ്ട് പറഞ്ഞു. ആ ബ്ലെയിം പലപ്പോഴും കമ്പനികളാണ് ഏറ്റെടുക്കേണ്ടി വന്നത്. ഞാൻ ഇന്റലിന്റെ പ്രോസറുള്ള ലാപ്ടോപ്പ് മേടിച്ചു എന്ന് ആരും പറഞ്ഞ് കമ്പനി വന്ന് ഞാൻ കണ്ടിട്ടില്ല. അവർ പറയുന്നത് ഞാൻ HP-യുടെ ലാപ്ടോപ്പ് മേടിച്ചു, ലെനോയുടെ ലാപ്ടോപ്പ് മേടിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ സർഫസ് മേടിച്ചു, അതെല്ലാം കംപ്ലൈന്റ്, ബാറ്ററി നിൽക്കുന്നില്ലടാ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴും ഇന്റൽ അവിടെ സേഫ് ആയിരുന്നു. പക്ഷേ മൈക്രോസോഫ്റ്റിന്റെ മാർക്കറ്റ് ഷെയർ കൈവിട്ട് പോകുന്നത് അവർക്ക് മനസ്സിലായി. മൊബൈൽ സെഗ്മെന്റിൽ ആപ്പിൾ വളരെ വലിയൊരു ചലഞ്ചാണ് മൈക്രോസോഫ്റ്റിന് മുന്നിൽ വെച്ചത്. തീർച്ചയായും മാക് എടുക്കുന്നവർ വിൻഡോസിനെ പുച്ഛിച്ച് കാണുന്ന ഒരു അവസരം വന്നപ്പോഴാണ് മൈക്രോസോഫ്റ്റും ഈ വർഷത്തെ സർഫസ് PCകൾ ശരിക്കും പറഞ്ഞാൽ കോപ്പൈലറ്റ് പ്ലസ് PC എന്ന് ലേബൽ ചെയ്ത് സ്നാപ്ഡ്രാഗൺ എക്സ്ക്ലൂസീവ് ഓൺലി ആക്കിയത്. അപ്പോൾ സ്നാപ്ഡ്രാഗൺ ARM ബേസ്ഡ് ചിപ്സെറ്റിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. ARM ബേസ്ഡ് നല്ല ഡെവലപ്മെന്റ്സ് വരും. ARMന്റെ ഒരു ചെറിയ ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ നോർമലി വിൻഡോസ് അപ്ഡേറ്റ് വരുന്ന PCയിൽ നിങ്ങൾക്ക് 15 മിനിറ്റ്സ് ചിലപ്പോൾ എടുക്കും ഇൻസ്റ്റാൾ ആവാനായിട്ട്. പക്ഷെ അതൊരു ARM PCയിലായിട്ട് ലെസ് ദാൻ 4 മിനിറ്റ്സേ എടുക്കത്തുള്ളൂ. അപ്പോൾ അത്രയും വലിയൊരു ആർക്കിടെക്ചർ ഷിഫ്റ്റും പെർഫോമൻസ് ഗെയിനുമാണ് നമുക്ക് മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് യൂസേഴ്സിന് അവർ ഓഫർ ചെയ്യുന്നത്. എന്റെ കയ്യിൽ ആദ്യം ടെസ്റ്റ് ചെയ്യാൻ കിട്ടിയ PC കുറിച്ച് തന്നെ പറയാം. HP-യുടെ OmniBook X എന്ന് പറയുന്നത്. എന്റെ കയ്യിൽ ഇപ്പോൾ PC ഇല്ല, ഞാനത് ടെസ്റ്റ് ചെയ്തു. അതിന്റെ കോൺഫിഗറേഷൻ വരുന്നത് സ്നാപ്ഡ്രാഗൺ X8 X1E 7800 എന്ന് പറഞ്ഞ 12 കോറുകളുള്ള പ്രോസസറാണ്. 7800ന് ഡുവൽ കോർ ബൂസ്റ്റ് ഇല്ല, എങ്കിലും കുഴപ്പമില്ല. 16GB LPDDR5 ആണ്. 8422 MHz ആണ് വരുന്നത്. 14" 2.2K ഡിസ്പ്ലേ വരും. വിത്ത് ടച്ച് ഉണ്ട്. ആപ്പിളിൽ നമുക്ക് ഇല്ലാത്ത ഒരു കാര്യമാണ് ടച്ച് എന്നുള്ളത്. അത് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. പിന്നെ വരുന്നത് 1TB സ്റ്റോറേജ് ആണ്. 3800 MB/s വരുന്ന PCIe 4 SSD ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൈക്രോസോഫ്റ്റിന്റെ കോപ്പൈലറ്റ് C ഡെഡിക്കേറ്റഡ് ആയിട്ട് വരുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. ഓൾ മെറ്റൽ ബോഡിയാണ്. 1.3 kg വെയിറ്റേ ഉള്ളൂ. കമ്പനി ഓഫർ ചെയ്യുന്ന ബാറ്ററി ബാക്കപ്പ് ടെസ്റ്റ് കണ്ടീഷൻസിലാണ് 26 മണിക്കൂർ. ഇനി പ്രോസസറിനെ കുറിച്ച് തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു 12 കോറുകളുള്ള പ്രോസസറാണ്. വളരെ എഫക്റ്റീവ്ലി മൾട്ടി ത്രെഡഡ് ആപ്ലിക്കേഷൻ മാനേജ് ചെയ്യുന്നുണ്ട്. അതായത് അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഫിറ്റ്ഗേൾ റീപാക്ക് ഒക്കെ ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് അറിയാം. ആ ഒരു ഗെയിം ഇൻസ്റ്റലേഷനിൽ തന്നെ സിസ്റ്റത്തിന്റെ CPU യൂട്ടിലൈസേഷൻ 100% ആവും. പക്ഷെ ഇത് യാതൊരു പ്രശ്നമില്ല. 2 ഗെയിമൊക്കെ സൈമൾട്ടേനിയസ്ലി വലിയ ബാറ്ററി ഡ്രെയിൻ ഒന്നും ഇല്ലാതെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിപ്പോ നേറ്റീവ് ARM ബേസ്ഡ് ആപ്പുകൾ എന്ന് പറയുന്നത് ഗൂഗിളിന്റെ ക്രോം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡാവിഞ്ചി റിസോൾവ് ARM ആർക്കിടെക്ചറിലേക്ക് മാറിക്കഴിഞ്ഞു. പിന്നെ അഡോബിന്റെ പാക്കേജുകൾ ഈ വർഷം അവസാനത്തോടെ ARMലേക്ക് എത്തും. കുറച്ച് ആപ്ലിക്കേഷൻസ് കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു, VPN പോലുള്ളത്. അതെല്ലാം ഇപ്പൊ മാറിയിട്ടുണ്ട്. ഇപ്പൊ നോഡ് VPN അവരുടെ വേർഷൻസ് അനൗൺസ് ചെയ്തു. സോ ഇനി ARMലേക്കുള്ള ഒരു വലിയ ഷിഫ്റ്റ് ആയിരിക്കും നടക്കുന്നത്. ആപ്പിൾ 3 വർഷം എടുത്തു ഈ ഒരു ട്രാൻസിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ അവരുടെ എല്ലാ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റും നടക്കുന്നത് ARMലേക്കാണ്. എന്ന് പറഞ്ഞ് മൈക്രോസോഫ്റ്റിന് അങ്ങനെ X86നെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല. കാരണം ഏറ്റവും കൂടുതൽ അവരുടെ മാർക്കറ്റ് ഷെയറിൽ ഏറ്റവും കൂടുതൽ മെഷീൻസ് ഇപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നത് X86ലാണ്. 50% മാർക്കറ്റ് ഷെയർ ആണ് 2025 അവസാനത്തോടു കൂടി സ്നാപ്ഡ്രാഗൺ പിടിച്ചെടുക്കും എന്നവർ പറയുന്നത്. ശരിയാണ്, എനിക്ക് തോന്നുന്നു ആ ഒരു മെഷീൻ ഉപയോഗിക്കുന്ന ആരും ARMലേക്കൊന്ന് മാറാനായിട്ട് തീർച്ചയായും താല്പര്യപ്പെടും.
ആപ്ലിക്കേഷൻ പെർഫോമൻസ് പൂർണ്ണമായും സോഫ്റ്റ്വെയർ വെണ്ടേഴ്സിന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആം ആർക്കിടെക്ചറിന്റെ പ്രത്യേകത. വലിയ പവർഫുൾ x86 ഹാർഡ്വെയറുകൾ വേണ്ട ആപ്ലിക്കേഷൻ പെർഫോമൻസ് കൂട്ടാൻ അതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ വളരെയധികം വ്യത്യസ്തമാക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്കറിയാം ഈ ഒരു മാക് മെഷീൻ 8GB റാമും 256 SSD ആണ്. പക്ഷേ 8GB റാമിൽ തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ട് ഒരു എഡിറ്റിംഗ് ആപ്പ് നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്യും എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പം അതാണ് ആം ആർക്കിടെക്ചറിന്റെ വിജയം എന്ന് പറയുന്നത്. ഇനി അതായിരിക്കും ഫ്യൂച്ചർ. നമ്മുടെ മൊബൈലിന്റെ ചിപ്പ് സെറ്റുകൾ എല്ലാം ആം ബേസ്ഡ് ആണ്, ഒരിക്കലും x86 ബേസ്ഡ് അല്ല. കാരണം അത്രത്തോളം പവർ കൺസംപ്ഷൻ കുറയ്ക്കാൻ പറ്റും. ഇനി എല്ലാ ആപ്സും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുമോ എന്നുള്ളതാണ്. പ്രിസം എമുലേറ്റർ ഉപയോഗിച്ചിട്ടാണ് കറന്റ് മൈക്രോസോഫ്റ്റ് ഇതിനെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. x86ന്റെ കോഡ് വളരെ പെട്ടെന്ന് തന്നെ ആം ആർക്കിടെക്ചറിലേക്ക് ഇന്റർപ്രറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്ന വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ആ എമുലേഷൻ മോഡ് വർക്ക് ചെയ്യുന്നത്. ഒരു എമുലേറ്റർ വർക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു ഫീല് നമുക്കില്ല. നമ്മളൊരു നോർമൽ x86ൽ വർക്ക് ചെയ്യുന്നത്, അതായത് നോർമൽ നമ്മുടെ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് പല ആപ്സും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓട്ടോഡെസ്കിന്റെ പാക്കേജ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. ഒരു ഓട്ടോഡെസ്കിന്റെ 3D Maxന്റെ ഒരു പാക്കേജ് എക്സ്ട്രാക്ട് ആവാൻ എത്ര ടൈം എടുക്കും എന്നുള്ളത് അത് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലാണ് ഇതിനകത്ത് എക്സ്ട്രാക്ട് ആയി ഇൻസ്റ്റാൾ ആയി തീരുന്നത്. അപ്പൊ അത്രയ്ക്ക് എഫിഷ്യന്റ് ആയ ഒരു എമുലേറ്ററും കൂടെ മൈക്രോസോഫ്റ്റ് ഇതിനകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതും ഒരു വലിയ ഫാക്ടറാണ്. ഇനി കാലക്രമേണ ഈ എമുലേഷൻ മാറും, നേറ്റീവ് ആം ആപ്സ് വരും. അപ്പൊ പെർഫോമൻസ് ഇതിൽ കൂടുതൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. ഇനി അടുത്തത് നമുക്ക് എഡിറ്റിംഗ് ആപ്പിനെ കുറിച്ച് പറയാം. ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്പ്. എന്റെ അറിവ് അതിൽ വളരെ ലിമിറ്റഡ് ആണ്. ഞാൻ അത്ര വലിയൊരു പ്രോ എഡിറ്റർ ഒന്നുമല്ല. എങ്കിലും ഞാൻ ഡാവിഞ്ചി റിസോൾവിന്റെ 19 ആം വേർഷൻ ആണ് അതിനകത്ത് ട്രൈ ചെയ്തത്. അതിനകത്ത് ഇട്ടു ഒരു ഫുൾ HD വീഡിയോ. ഇപ്പൊ നമ്മളൊരു ലോങ് ലെങ്ത് വീഡിയോ ബാറ്ററിയിൽ ഒന്ന് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ആ ബാറ്ററി ട്രെയിനിങ് ഒക്കെ വളരെ കുറവാണ്. ഈ വീഡിയോ എഡിറ്റിംഗ് മാത്രമാണ് സസ്റ്റൈൻഡ് ആയിട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് ഒക്കെ ലെസ് ദാൻ 10 hours മാത്രമേ കിട്ടൂ. 4K ഫുട്ടേജ്, അതുപോലെ തന്നെ ഡിഫറെന്റ് എഫക്ട്സ്, ടൈറ്റിൽസ് ഒക്കെ വരുമ്പോഴത്തേക്ക് റെൻഡറിംഗ് ടൈം കുറച്ച് കൂടും. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇതൊരു തുടക്കമാണ്. അപ്പം എല്ലാം കൂടെ ആദ്യമേ ഇംപ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ആപ്പിൾ 3 വർഷം ടൈം എടുത്താണ് ആം ആർക്കിടെക്ചറിലേക്കുള്ള ഷിഫ്റ്റിംഗ് നടത്തിയത്. അതിനുശേഷമാണ് അവർ ഇന്റലിനെ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചത്. അപ്പം സൈമൾട്ടേനിയസ്ലി നമ്മുടെ മൈക്രോസോഫ്റ്റിന് മുന്നിലുള്ള ചലഞ്ച് എന്ന് പറയുമ്പോൾ ആമിനെയും ഒരുമിച്ച് കൊണ്ടുപോകണം, x86നെയും ഒരുമിച്ച് കൊണ്ടുപോകണം. ഇപ്പൊ AMDയുടെ ഏറ്റവും പുതിയ AI9 പ്രോസസർ ഇപ്പൊ ലോഞ്ച് ചെയ്യാൻ പോകുന്നു. ഈ സ്നാപ്ഡ്രാഗണേക്കാളും പവർഫുൾ ആണെന്നാണ് AMD പറയുന്നത്. അതൊരു x86 ആർക്കിടെക്ചറിൽ ഇതിനേക്കാളും പവർ എഫിഷ്യൻസി തരും എന്നാണ് AMD പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള രണ്ട് ബ്രാഞ്ചുകളെയും സൈമൾട്ടേനിയസ്ലി കൊണ്ടുപോകുക എന്നൊരു ചലഞ്ച് മൈക്രോസോഫ്റ്റ് മുന്നിലുണ്ട്. പിന്നെ ആപ്പിൾ എന്ന് പറയുന്നത് അവരുടെ എക്കോസിസ്റ്റത്തിൽ അവരുടെ ഡിവൈസുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണെന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് അങ്ങനല്ല. ഈ ലോകത്തുള്ള കോടാനുകോടി ഡിവൈസുകൾ, അതും വിവിധ വെണ്ടറുകളുടെ വിവിധ ഹാർഡ്വെയറുകൾ ഒരുമിച്ച് മാനേജ് ചെയ്യേണ്ട ഒരു വലിയ ജോലി മൈക്രോസോഫ്റ്റിനുണ്ട്. അപ്പോൾ ആം ആർക്കിടെക്ചറിന് മുന്നിൽ നല്ല ചലഞ്ചസ് ഉണ്ട്. ഒരു 5 വർഷം മുന്നിൽ കണ്ടുള്ള ഒരു ആർക്കിടെക്ചറാണ്. പക്ഷെ അതിനൊരു തുടക്കം കുറിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിന്റെ GPU കുറിച്ച് പറയുമ്പോഴത്തേക്ക് Adreno GPU ആണ്, വളരെ പവർഫുൾ ആണ്. ഗെയിംസ് എല്ലാം എമുലേറ്റഡ് മോഡിൽ തന്നെ പ്ലേയബിൾ ആണ്. അതും എല്ലാ ഗെയിംസും ഇല്ല. ക്രാക്ക് ഗെയിമുകളൊക്കെ പലതും കീബോർഡ് പോലും ഡിറ്റക്ട് ചെയ്തില്ല. കാരണം എമുലേറ്ററിന് അതിനെ കൊണ്ടുപോകാനുള്ള കഴിവില്ല എന്ന് തന്നെ പറയാം. ഗെയിമിംഗ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു കൺസേൺ ആയിട്ട് ആരും കാണണ്ട. ഗെയിമിംഗ് അത്രത്തോളം ഇംപ്രൂവ്ഡ് ഒരു ഫാക്ടർ അല്ല. എങ്കിലും NFS പോലുള്ള ടൈറ്റിലുകളൊക്കെ വളരെ നല്ല ഫ്രെയിം റേറ്റിൽ കളിക്കാൻ പറ്റും. ഇടയ്ക്ക് കുറച്ച് ഗ്ലിച്ചസ് ഒക്കെ ഉണ്ട്. സോ നമ്മൾ ഗെയിമിങ്ങിനെ കുറിച്ച് അതുകൊണ്ട് വളരെയധികം തർക്കിച്ചിട്ടോ സംസാരിച്ചിട്ടോ കാര്യമില്ല. കാഷ്വൽ ഗെയിമിംഗ് നടത്താം എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് അതിനെ ചുരുക്കാം. ഇനി അടുത്തത് എക്സ്ട്രാ ഗ്രാഫിക് കാർഡ് വേണ്ടുന്ന ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളതാണ്. ആം വേർഷനിലുള്ള ആപ്ലിക്കേഷൻസ് ഇറങ്ങിയാൽ മാത്രമേ അതിന്റെ ഒരു സപ്പോർട്ട് പ്രോപ്പർ ആയിട്ട് കിട്ടത്തുള്ളൂ. കാരണം DirectX 3D റെൻഡറിംഗ് എന്ന് പറയുന്നത് ആം ആർക്കിടെക്ചറിലേക്ക് മൈക്രോസോഫ്റ്റ് പൂർണ്ണമായി കൊണ്ടുവന്നിട്ടില്ല. അത് ബെഞ്ച്മാർക്ക് ടെസ്റ്റ് റൺ ചെയ്യുമ്പോൾ അറിയാം. 3D ടെസ്റ്റ് ഒക്കെ റൺ ചെയ്യുമ്പോൾ ആ DirectX സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് ആ ഒരു സ്കോർ നമുക്ക് കിട്ടത്തില്ല. ഇതാണ് മൈക്രോസോഫ്റ്റിന്റെ മനസ്സിലിരിക്കുന്നതെന്ന് അറിയില്ല. എങ്കിലും 2024 അവസാനത്തോടു കൂടി ഒരു DirectX സപ്പോർട്ട് ആം ആർക്കിടെക്ചറിന് കൊണ്ടുവന്നാൽ, എമുലേറ്റഡ് അല്ലാതെ വർക്ക് ചെയ്താൽ തീർച്ചയായും അതൊരു വലിയ വിപ്ലവം തന്നെ ആയിരിക്കും. ഇനി നമുക്ക് NPU കുറിച്ച് പറയാം. ന്യൂറൽ പ്രോസസിംഗ് യൂണിറ്റ്. അതാണ് ഇതിന്റെ ഒരു ഹൃദയഭാഗം എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റ് ഇതിന് കോപൈലറ്റ് പ്ലസ് സർട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത് തന്നെ 45 TOPS, 40 ടോപ്സിന് അബവ് ഉള്ള NPU ഉള്ള മെഷീൻസിന് മാത്രമേ മൈക്രോസോഫ്റ്റ് കോപൈലറ്റ് പ്ലസ് PC എന്നൊരു സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളൂ. കാരണം മൈക്രോസോഫ്റ്റിന്റെ AI ഫീച്ചേഴ്സ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂറൽ പ്രോസസിംഗ് യൂണിറ്റിന് അത്രയും പവർ വേണം. ട്രില്യൺ ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് എന്നാണ് പറയുന്നത്. ഇനി NPU എവിടെയൊക്കെ പ്രയോജനപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അത് ജസ്റ്റ് ഒരു ക്യാമറ ഫീച്ചറിലോ മൈക്രോഫോൺ ഫീച്ചറിലോ ഒതുങ്ങി നിൽക്കുന്ന ഒരു സാധനമല്ല. ഓരോ ആപ്ലിക്കേഷൻസും NPUവിനെ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ മാത്രമേ AI എന്ന് പറയുന്നത് ഫുള്ളി ഫങ്ഷണൽ ആവും. സെഫബിൾ എന്ന് പറഞ്ഞ ആപ്പ് നമുക്കറിയാം. അത് മോഷൻ കൺട്രോൾ വെച്ചും അതുപോലെ തന്നെ ഐ ഗസ്റ്റേഴ്സ് വെച്ചും എല്ലാം നമ്മുടെ സിസ്റ്റം ഫുള്ള് കൺട്രോൾ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ സെഫബിളിന്റെ ആം വേർഷൻസ് കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ക്യാമറയിലും സെഫബിളും ഇട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അത്രത്തോളം മൈന്യൂട്ട് ഡിറ്റക്ഷൻ ക്യാപ്ചറിംഗ് ആണ് സെഫബിൾ ഓഫർ ചെയ്യുന്നത്. ഇപ്പൊ അതിന്റെ ഹെഡ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു, അപ്പൊ നെക്സ്റ്റ് ട്രാക്ക് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം, മൗസ് പോയിന്റർ മൂവ് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്യാം. സോ അപ്പോൾ ആ ഒരു പോളി പ്രോ ക്യാമറ എന്ന് പറയുന്ന ഒരു 5 MB ക്യാമറയാണ്. അത് വളരെ മികച്ച ഒരു ക്യാമറയാണെന്ന് തന്നെ പറയാം. അതിന്റെ കൂട്ടത്തിൽ സെഫബിളൂടെ വരുമ്പോഴത്തേക്ക് വളരെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ഇതെല്ലാം ഗോയിങ് ഫോർവേഡ് നമുക്ക് കിട്ടാത്ത മാത്രമേ ഉള്ളൂ. എങ്കിലും 45 TOPS ഉള്ള ഒരു NPU ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. വളരെ ഫ്യൂച്ചർ പ്രൂഫ് ആണ്. ഇപ്പോൾ തന്നെ ഡാവിഞ്ചി വർക്ക് ചെയ്യുന്നവർക്ക് ഒബ്ജക്ട് സെലക്ഷൻ പോലുള്ള കാര്യങ്ങളിൽ
NPU-ന്റെ പ്രവർത്തനം കാണാനായിട്ട് പറ്റും. NPU വേറെ ഉപയോഗം വരുന്നതെന്ന് വെച്ചാൽ ലോക്കലായിട്ട് തന്നെ നമ്മുടെ ടാസ്കുകൾ പ്രോസസ് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുക, അതുപോലെ തന്നെ ഇമേജ് പ്രോസസ് ചെയ്യുക. കൂടുതലും ജനറേറ്റീവ് AI ആയിട്ടുള്ള കാര്യങ്ങളിലാണ് NPU നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരാനായിട്ട് പോകുന്നത്. പിന്നെ ഇപ്പോൾ ഫോട്ടോഷോപ്പ് ഒക്കെ ലോക്കൽ മെഷീൻസിൽ തന്നെ റൺ ചെയ്ത് തുടങ്ങും. സോ ആ GPU ൽ നിന്നുള്ള ലോഡ് കംപ്ലീറ്റ് ആയിട്ട് ഓഫ്ലോഡ് ചെയ്ത് NPU എടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ AI GigaPixel എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്, ടോപ്പസിന്റെ AI വീഡിയോ എൻഹാൻസർ ഉണ്ട്. ഇത് രണ്ടും നമ്മളൊരു ഇമേജോ വീഡിയോ എൻഹാൻസ് ചെയ്യാനായിട്ട് കൊടുക്കുമ്പോൾ അത് യൂസ് ചെയ്യുന്നത് GPU ആണ്. പിന്നെ ഞാൻ എന്തിന് ഇത്ര വില കൊടുത്ത് ഒരു ARM PC വാങ്ങിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊരു പുതിയ ടെക്നോളജി മാർക്കറ്റിലേക്ക് വരുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. കാരണം അതിന് പുറകിൽ ഒരു വലിയ R&D ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പൊ മൈക്രോസോഫ്റ്റ് തന്നെ ഇത്രയും പെട്ടെന്ന് ഒരു വലിയ ട്രാൻസിഷൻ നടത്തണമെന്ന് തുടങ്ങി അവർക്ക് ഒരു വലിയ ബാക്ക് വർക്ക് ചെയ്യേണ്ടി വന്നിരിക്കാം. ഉറപ്പ് പ്രിസം എമുലേറ്ററിന്റെ പുറകിലുള്ള വർക്കുകളും വളരെ കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെ ഗെയിമുകൾ ടെസ്റ്റ് ചെയ്യുമെന്നെല്ലാം തേർഡ് പാർട്ടി വെബ്സൈറ്റുകളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിനകത്ത് ഗെയിംസിന്റെ പ്ലേ ബാക്ക് ക്വാളിറ്റിയും എത്ര ഫ്രെയിം റേറ്റ് കിട്ടും, പ്ലേബിൾ ആണോ എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും. ഇനി ബെഞ്ച് മാർക്കിങ്ങിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ പാസ് മാർക്കിന്റെ ARM വെർഷൻ ആണ് ഞാൻ അത് റൺ ചെയ്യുന്നത്. CPU സ്കോർ എന്നൊക്കെ പറയുന്നത് വളരെ എക്സലന്റ് ആണ്. 25,000 വരെയൊക്കെ ബെഞ്ച് മാർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയ പെർഫോമൻസ് അതിനുണ്ട്. 25,000 എന്ന് പറയുമ്പോൾ നമുക്കൊരു 25,000 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് i7 12th ജനറേഷൻ H സീരീസിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കിട്ടുന്നത്. അതും നമുക്ക് വളരെ കുറഞ്ഞ ഒരു പവർ പ്രൊഫൈലിൽ ഹീറ്റിംഗ് ഒന്നും ഇല്ലാതെ കിട്ടുന്നു എന്നുള്ളതാണ് ARM ആർക്കിടെക്ചറിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ആ ഒരു കമ്പാരിസൺ മാത്രം മതിയാവും എത്രത്തോളം എഫിഷ്യന്റ് ആയ ഒരു പ്ലാറ്റ്ഫോം ആണ് ARM എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ SSD ഒരു വലിയ ഹൈ സ്പീഡ് SSD അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. 3800 MB/s ഒക്കെ. കാരണം ഒരു 14-inch ലാപ്പാണ്. ഇതിനകത്ത് വലിയ ഹൈ ഇൻ ഗെയിമിങ്ങോ ഡേറ്റ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല. എങ്കിലും ഒരു 30,000 റിസൾട്ട് yield ചെയ്യാൻ പറ്റിയ ഒരു ബെഞ്ച് മാർക്ക് സ്കോർ അതിനുണ്ട്. 3D റിസൾട്ട് കാണിക്കാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില 3D ടെസ്റ്റുകൾ റൺ ചെയ്യാനായിട്ട് ഡയറക്ടിക്സിന്റെ ഫുൾ സപ്പോർട്ട് ആ പ്ലാറ്റ്ഫോമിൽ ഇല്ല. സോ ആ ഒരു പ്ലാറ്റ്ഫോം ലിമിറ്റേഷൻ ഇപ്പോഴും അതിനുണ്ട്. 1,40,000 രൂപയ്ക്ക് മാക്ക് വാങ്ങിയാൽ പോരെ എന്നൊക്കെ നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കും. തീർച്ചയായും ഏതൊരു മനുഷ്യന്റെ അടുത്തേക്ക് വരുന്ന ചോദ്യമായിരിക്കും. ശരിയാണ്, കുറച്ച് പ്രീമിയം ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പക്ഷെ ഒരു നോർമൽ യൂസറെ സംബന്ധിച്ച് ആപ്ലിക്കേഷൻ കോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നം തന്നെ. നമുക്ക് വേണ്ടുന്ന പല ആപ്പുകളും ഇതിൽ കോമ്പാറ്റബിൾ ആവുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഗെയിമിംഗ് എന്ന് പറയുന്ന സെഗ്മെന്റ് ഇപ്പോൾ അവർക്കില്ല. ഇനി അവർ പൂർവാധികം ഭംഗിയായി തുടങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ ഓപ്ഷൻസ് എൻട്രി ലെവലില്ല. 8GB യൂണിഫൈഡ് റാം മാത്രമേ ഉള്ളൂ. നമ്മൾ ആ സമയത്ത് 16GB റാം ആണ് മിക്ക വേരിയൻസിലും വരുന്നത്. സ്റ്റോറേജ് അപ്ഗ്രേഡ് ഇല്ല എന്നുള്ളതാണ് മാക്കിന്റെ ഒരു കൺസേൺ. സ്നാപ്ഡ്രാഗൺ വരുന്ന സാംസങ്ങിലും ആ അപ്ഗ്രേഡ് ഇല്ല, UFS സ്റ്റോറേജ് ആണ്. ബാക്കി എല്ലാ മോഡൽസിലും നിങ്ങൾക്ക് SSD അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കണക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ 2 തണ്ടർബോൾട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. ഇപ്പൊ ഐഫോണും മാക്കും ഒക്കെ ഉള്ളവരാൾക്ക് അതൊരു പ്രശ്നമായിരിക്കില്ല. പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു മാക്ബുക്ക് മേടിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പെട്ട ഒരു അവസ്ഥയാണ്. ഞാൻ രണ്ടും ഉപയോഗിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഭിപ്രായത്തിലേക്ക് എത്തിയത്. പിന്നെ മറ്റൊരു ചേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡ്രൈവർ ഇൻസ്റ്റലേഷൻസിലാണ്. നമ്മൾ ഈ ഇന്റൽ മെഷീൻ AMD മെഷീൻസിലൊക്കെ ചിപ്പ് സെറ്റ്, ഡിസ്പ്ലേ, അങ്ങനെയുള്ള ഡ്രൈവേഴ്സ്, വൈഫൈ, ചവറെല്ലാം ഇൻസ്റ്റാൾ ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെ ഒരു നിലവാരം സ്നാപ്ഡ്രാഗൺ വരുന്നില്ല. ജസ്റ്റ് വിൻഡോസ് ഇൻസ്റ്റലേഷന്റെ കൂടെ തന്നെ നേറ്റീവ് ആയിട്ട് ഡ്രൈവേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് അവർ ഫുൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യും. പിന്നെ HP-യുടെ സപ്പോർട്ട് സെക്ഷൻ നോക്കിയാൽ പോലും ഒരു ലിമിറ്റഡ് ഡ്രൈവർ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. കോൾകോമിന്റെ ഒരു ഇൻസ്റ്റാളർ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. കോൾകോമിന്റെ ഹബ്ബ്, വൈഫൈ അങ്ങനെയൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ആയിട്ട് തന്നെ വരുന്നത്. വൈഫൈ 7 ആണ് ഇതിനകത്ത് വരുന്നത്. അത് പറയാൻ ഞാൻ വിട്ടുപോയി. വൈഫൈ 7 HBS സപ്പോർട്ട് ഉള്ളതാണ് വരുന്നത്. 4 ലിങ്കും 2 അപ്പ് ലിങ്കും 2 ഡൗൺ ലിങ്കും വരുന്ന ഡുവൽ ആന്റിനാസ് ആണ് ഉപയോഗിക്കുന്നത്. സിഗ്നൽ സ്ട്രെങ്ത് ഒക്കെ കിടിലമാണ്. വൈഫൈ സ്പീഡുകൾ, അതുപോലെ തന്നെ ബ്രൗസിംഗ് സ്പീഡ്, അതും പറയാനായിട്ട് ഞാൻ വിട്ടുപോയ മറ്റൊരു കാര്യം. ബ്രൗസിംഗ് സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ ബ്രൗസർ സ്പീഡോമീറ്റർ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നമ്മുടെ ഒരു അൾട്രാ സീരീസ് ബേസ്ഡ് ബ്രൗസർ <20 ഒക്കെയാണ് സ്കോർ ചെയ്യുന്നത് പ്ലഗ് ഇൻ മോഡിൽ. പക്ഷേ ഇത് പ്ലഗ് ഇൻ ഒന്നും ചെയ്യാതെ ബ്രൗസിംഗിൽ ഒരു 21 എബോവ് സ്കോർ ചെയ്യുന്നത്. സോ അത്രയ്ക്ക് റെസ്പോൺസീവ് ആണ് വെബ് ആപ്ലിക്കേഷൻസിലും സ്നാപ്ഡ്രാഗൺ. ഇനി ഈ ഒരു അവസാനത്തോടു കൂടി നമുക്ക് MediaTekന്റെ ARM ബേസ്ഡ് പ്രോസറുകൾ എത്തും. 2025 ചിലപ്പോൾ AMD ഒരു ARM പ്രോസർ ഇറക്കും. അപ്പോൾ കളികൾ കൂടുതൽ മാറും. ശരിക്കും ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ARM എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അതിനകത്ത് നെഗറ്റീവ് എന്ന് പറയാൻ ആപ്ലിക്കേഷൻ കോമ്പാറ്റബിലിറ്റീസ് മാത്രമേ നിലവിൽ തോന്നി. അത് ഗെയിമുകളൊക്കെ പ്രോപ്പറായിട്ട് റൺ ചെയ്യാത്തത് കൊണ്ടായിരിക്കും, വേറെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ബെഞ്ച് മാർക്ക് റിസൾട്ടുകളൊക്കെ റൺ ചെയ്യാൻ ഡയറക്ടിക്സിന്റെ സപ്പോർട്ട്, മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് അത് നിസ്സാരമായി കൊണ്ടുവരാവുന്ന ഒരു കേസേ ഉള്ളൂ. മൈക്രോസോഫ്റ്റ് ARM തുടരുമോ എന്നുള്ള ഏറ്റവും വലിയ ചോദ്യത്തിന് ഉത്തരം അവരുടെ സർഫസ് ലൈനപ്പ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഈ വർഷം അവർ ഒരു ഇന്റൽ ബേസ്ഡും AMD ബേസ്ഡും പ്രോസർ അതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. എല്ലാം സ്നാപ്ഡ്രാഗൺ മാത്രമേ ഉള്ളൂ. അപ്പൊ തീർച്ചയായും വലിയൊരു ഡെവലപ്മെന്റ് അവർ അതിനകത്തും ചെയ്യും. സോ അങ്ങനെയൊക്കെയാണ് എന്റെ ഒരു കൺക്ലൂഷൻസ്.